Which among the pilgrims of Chaucer is described as gap-toothed? ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ആൻസർ എന്താണ് പറഞ്ഞോളൂ. ആൻസർ അറിയോ? ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? ഗ്യാപ് ടൂത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണ്? കിട്ടിയില്ല. The right answer is wife of Bath. വൈഫ് ഓഫ് ബാത്ത് ആണ് ഗ്യാപ് ടൂത്ത് എന്ന് പറയുന്ന, അതായത് ക്യാരക്ടറിന്റെ ഒരു ഫീച്ചർ ആണ് വൈഫ് ഓഫ് ബാത്തിന്റെ. അപ്പൊ നമ്മൾ ഇതില് ഓരോ ക്യാരക്ടേഴ്സിനെയും ഒന്നുകൂടെ നോക്കണം. വൈഫ് ഓഫ് ബാത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ക്യാരക്ടേഴ്സ് ഉണ്ട്, പ്രയർസിന്റെ പാസർ, പാർട്ണർ. അത് നമുക്ക് അത് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇതിലെ കാൻറ്റബിൾസിലെ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നോക്കിക്കാം. ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ദ ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നുണ്ടല്ലോ, ടബാഡ് ഇൻ ആണ് ആ ഇന്നിന്റെ പേര്, ടബാഡ് ഇൻ. ആ ഇന്നിന്റെ സൂക്ഷിപ്പുകാരനാണ് ഹോസ്റ്റ്. He is the one who offers storytelling competition among the pilgrims. അപ്പൊ ഫസ്റ്റ് ഒരു സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ വെക്കുന്നുണ്ട്. ഈ 29 പിൽഗ്രിംസ് അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഓരോ സ്റ്റോറി വീതം പറയണം. അതാണ് പന്തയം. ഓക്കെ, അപ്പോ അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ വെക്കുന്ന ആളാണ് ഹോസ്റ്റ്. അയാളെ പേരല്ല, അയാള് ഇന്നിന്റെ പേര് ടബാഡ് ഇൻ. ഓക്കെ, ടബാഡ് ഇൻ. ഇനി രണ്ടാമത്തത് ദ നാരേറ്റർ ചോസർ. ചോസർ തന്നെയാണത്, പക്ഷെ നാരേറ്റർ എന്ന രീതിയിൽ ചോസറും ഒരു കഥാപാത്രമായിട്ട് അതിലുണ്ട്. ഓൾദോ നാരേറ്റേഴ്സ് നെയിം മാച്ചസ് ദ ഓതർ നെയിം, ദേ ആർ കൺസിഡേർഡ് ടു ഡിഫറെന്റ് പീപ്പിൾ. രണ്ട് പീപ്പിൾ എന്ന രീതിയിൽ തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നത്, പക്ഷെ ചോസർ തന്നെയാണ് അതിൽ. ഓക്കെ, ചോസർ നാരേറ്ററിന്റെ രൂപത്തിലാണ് ആ സ്റ്റോറിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. മൂന്നാമത്തത് നൈറ്റ് ആണ്. ഇപ്പോ എന്താ പറയാ, പടയാളിയാണ് നൈറ്റ്. ദ ബ്രൈറ്റസ്റ്റ് ഫിഗർ ഇൻ ദ ബുക്ക്. ഹിസ് വൈസ്, ഓണറബിൾ ആൻഡ് കറേജസ്. ധീരനും ഓണറബിൾ ആണ്, ജ്ഞാനിയാണ്. പിന്നെ ബുക്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ധീരകഥകളൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് നൈറ്റ്. നൈറ്റിന്റെ ധീര കഥകളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ വൈഫ് ഓഫ് ബാത്ത്. വൈഫ് ഓഫ് ബാത്ത്, ലസ്റ്റ്ഫുൾ ബിസിനസ് വുമൺ ഹു വാസ് മാരീഡ് 5 times. 5 തവണ കല്യാണം കഴിച്ചിട്ട് കൺസിഡേഴ്സ് ഹെർസെൽഫ് എ റിലേഷൻഷിപ്പ് എക്സ്പെർട്ട്. നല്ലൊരു റിലേഷൻഷിപ്പിന് ഉടമയായിട്ട് സ്വയം പുകഴ്ത്തുന്ന, സ്വയം വിചാരിക്കുന്ന, വിശ്വസിക്കുന്ന ഒരാളാണ് വൈഫ് ഓഫ് ബാത്ത്. ഓക്കെ, അപ്പൊ അവരുടെ ഫീച്ചറാണ് ഗ്യാപ് ടൂത്ത് എന്നുള്ളത്. മറ്റൊന്ന് മെർച്ചന്റ് ആണ്. വെയറിംഗ് എക്സ്പെൻസീവ് ആൻഡ് ട്രെൻഡി ക്ലോത്ത്സ്. വളരെ ഷോ ഓഫ് കാണിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രെൻഡിങ് ക്ലോത്ത്സ് ധരിക്കുന്ന ആളാണ് മെർച്ചന്റ്. ഓക്കെ, ഹി എയിംസ് ടു ബിക്കം റിച്ച്. പക്ഷെ എന്താണ്, ഫുൾ ടൈം കടത്തിലാണ്. ഈസ് ബറീഡ് ഇൻ ഡെറ്റ്. ഒരു റിച്ച് ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ടാവും, വലിയ ആഡംബര വാഹനം, ആഡംബര ജീവിതം, പക്ഷെ വീട് മൊത്തം കടം കയറി ജപ്തി വരെ ചെയ്യുന്ന വക്കിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ കണ്ടാൽ നമുക്ക് തോന്നും ഒരു 100 രൂപ അങ്ങോട്ട് കൊടുക്കാൻ തോന്നും, പക്ഷെ ആൾക്ക് നല്ല സമ്പത്ത് ഉണ്ടാവും. ആളെ സിമ്പിൾ വേ ഓഫ് ലിവിങ് ആയിരിക്കും. ദ മില്ലർ, ഹീസ് എ തീഫ് ആൻഡ് ബ്രൂട്ടൽ ലവർ ഓഫ് ഫ്ലൈറ്റ്ലി സ്റ്റോറീസ്. ഒരു കള്ളനാണ് മില്ലർ. ഓക്കെ, ആൻഡ് ബ്രൂട്ടൽ ലവർ ഓഫ് ഫ്ലൈറ്റി സ്റ്റോറീസ്. അങ്ങനെ എന്താ പറയാ, ഈ ഇമാജിനേറ്റീവ് സ്റ്റോറീസ്, ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ആളാണ് മില്ലർ. ബിസൈഡ്സ് ഹീസ് റൂഡ് ആൻഡ് ഇൻക്രെഡിബിളി സ്ട്രോങ്. ശക്തനുമാണ്, അതേസമയം ക്രൂരനുമാണ്. ഒരു വില്ലനസ് ക്യാരക്ടറാണ് ദ മില്ലർക്കുള്ളത്. 7th, ദ ക്ലെറിക്, സ്റ്റുഡന്റ് ഫ്രം ഓക്സ്ഫോർഡ്. ഹീസ് എ ഹൈലി എഡ്യൂക്കേറ്റഡ് ബട്ട് അൺഎംപ്ലോയിഡ് പേഴ്സൺ. അത് ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളാണ്, ബട്ട് അൺഎംപ്ലോയിഡ് ആണ്.
ഒരു സെറ്റാരിക്കൽ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്സ്ഫോർഡ് എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള പ്രഗത്ഭരായ ടീച്ചേഴ്സ് ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ വളരെ ക്വാളിഫൈഡ് ആൾക്കാർ മാത്രം കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പഠിച്ചിട്ട് ജോലിയില്ല എന്ന് പറയുന്നത് സെറ്റാരിക്കലി കാണിക്കുന്നതാണ്. The Reeve is a sickly yet talented person, a cunning crop recorder, steals his master's property. അതാണ് അത്ര പ്രതിപാദിക്കാത്ത ഒരു ഇതാട്ടോ, അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ക്യാരക്ടറാണ്. ക്രോപ്പ് റെക്കോർഡർ ആണ്, മാസ്റ്ററിന്റെ കാശ് മോഷ്ടിക്കുന്ന ആളാണ്. എന്നാൽ വളരെ എന്താ പറയാ യെറ്റ് ടാലന്റഡ് പേഴ്സൺ ആണ്. പിന്നെ പറയുന്നത് പാർട്ണർ ആണ്. പാർട്ണർ ഡിസോണസ്റ്റ് ആൻഡ് ഗ്രീഡി മാൻ. ഈ പാർട്ണറിനെ കുറിച്ച് 2016-17 നെറ്റിന്റെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഉത്തരം പാർട്ണർ ആയിരുന്നു. പാർട്ണർ കാണിച്ചത് ഡിസോണസ്റ്റ് ആൻഡ് ഗ്രീഡി മാൻ പെർഷ്വേഴ്സ് പീപ്പിൾ. ഇതാണ് ചോദിച്ചത്. പെർഷ്വേഴ്സ് പീപ്പിൾ ഇൻ ദ സിൻഫുൾനെസ് ആൻഡ് സെൽഫ് ഇന്റലിജൻസ്. അതായത് അവരെ പാപത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള എന്താ പറയാ പ്രവർത്തനങ്ങളായിരുന്നു. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളായിരുന്നു പാപം ചെയ്യാൻ. അപ്പൊ അത് പാർട്ണറിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ക്ലർജിയാണ്, പള്ളിയിലെ എന്താ പുരോഹിതനാണ്. പക്ഷെ ചെയ്യുന്നതെല്ലാം ഓപ്പോസിറ്റ് ആണ്. അപ്പോ ഈ ചോസർ തന്നെ ഈ കാൻറ്റർബറി ടൈൽസ് എഴുതുന്നത് സമൂഹത്തിലെ ഒരുപാട് പൊങ്ങച്ചക്കാരെയും പിന്നെ കള്ള പുരോഹിതന്മാരെയും, ക്ലർജി എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് അഴിമതികൾ നടത്തിയിരുന്ന ഒരു വിഭാഗമായിരുന്നു. ഇന്ന് നമ്മൾ മന്ത്രിമാർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്താണ്. അന്ന് പള്ളിയിലാണ്, മീൻസ് ചർച്ചിലെ പുരോഹിതനും ബിഷപ്പുമാരൊക്കെയാണ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരിൽ ഉണ്ടായിരുന്ന അഴിമതിയൊക്കെ വലിച്ചു കീറി കാണിച്ച ആളാണ് ചോസർ. ഓക്കെ. എന്നാൽ വേറെ സംഭവം വിരോധാഭാസം എന്ന് പറയുന്നത് ചോസറിന്റെ ശമ്പളവും അവർ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. ചോസർ കോർട്ടിലെ ആളായിരുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് എന്താ പറയാ ക്യാരക്ടേഴ്സ്. ഇനി ഒന്നുകൂടെ നമുക്കൊന്നും കൂടെ വലിച്ചു നീട്ടി നോക്കാം. അതിൽ പറയുന്ന മറ്റു ക്യാരക്ടേഴ്സ്, ദ ഡോക്ടർ ടോക്ക്ഡ് ഓൺ മെഡിസിൻ ആൻഡ് സർജറി. ഓക്കെ, അറിയാലോ ഡോക്ടേഴ്സിന്റെ പണി തന്നെയല്ലേ. കൺസൾട്ട് വിത്ത് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് ഇൻ ഹിസ് ഡയഗ്നോസിസ്. ജ്യോതിഷം നോക്കിയിട്ടാണ് ആള് ചികിത്സ നടത്തിയിരുന്നത്. സ്റ്റഡീഡ് ദ 4 എലമെന്റ്സ് ആൻഡ് ദ 4 ഹ്യൂമേഴ്സ്, ന്യൂ ഓഫ് ഹിപ്പോക്രൈറ്റ്സ്, യൂസ്ഡ് മിഡീവൽ ലോജിക്. അപ്പൊ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. മന്ത്രവാദം ഉണ്ട്, ജ്യോതിഷവും ഉണ്ട്, അലോപ്പതി ഉണ്ട്, എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ആളാണ് ഡോക്ടർ. നമ്മുടെ വൈഫ് ഓഫ് ബാത്ത്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ഫിഗർ ആണ് വൈഫ് ഓഫ് ബാത്ത്. ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ടേബിൾ മാനേഴ്സിനെ കുറിച്ച് പറയുന്നത് ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സംവാട്ട് ഡെഫ്, ചെവി കേൾക്കാത്ത ആളാണ്. വെരി റിലീജിയസ്, വെരി എന്നുള്ള ക്യാപിറ്റലാണ് കൊടുത്തിട്ടുള്ളത്. അത്രയും റിലീജിയസ് ആയിട്ടാണ് കാണിക്കുന്നത്. മെയ്ഡ് ഫൈൻ ക്ലോത്ത്, റിപ്പീറ്റഡ്ലി മാരീഡ്. പറഞ്ഞില്ല, 5 വട്ടം കല്യാണം കഴിച്ചതായിട്ടാണ് ഇത് പറയുന്നത്. മാരീഡ് ഇൻ ചർച്ച്. 5 ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഹാഡ് 5 ഹസ്ബൻഡ്സ്. വിസിറ്റഡ് ജെറുസലേം 3 ടൈംസ്. ഇതാണ് ഗ്യാപ് ടീത്ത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഗ്യാപ് ടീത്ത് ഉള്ളതാണ്, പല്ലിനേട്ട ഉണ്ടായിരുന്നു. ലാർജ് ഹിപ്സ്, ലൈക്ക് ടു ലാഫ്, ഒരുപാട് ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. ന്യൂ ദ ഓൾഡസ്റ്റ് ഡാൻസസ്, ഈ പറയുന്ന ബോൾ പോലെയുള്ള ഡാൻസസ് ഒക്കെ അറിയാവുന്ന, ഒപ്പേറ പോലുള്ള ഡാൻസ് ഒക്കെ അറിയാവുന്ന ഒരു ആള് കൂടിയായിരുന്നു വൈഫ് ഓഫ് ബാത്ത്. ഓക്കെ, മറ്റു ക്യാരക്ടേഴ്സ് നോക്കാം. ദ കുക്ക്, നോൺ ഫോർ സ്കിൽഫുള്ളി സീസണിങ് ഫുഡ്. എന്തായാലും ചോദിക്കൂല, ഫുഡുമായി ബന്ധപ്പെട്ട ആള് കുക്ക് തന്നെയാണ്. ഡിസ്റ്റിംഗ്വിഷ് പാലറ്റ്, ഡിസ്റ്റിംഗ്വിഷ് ലണ്ടൻ എയിൽസ്, നല്ലൊരു രുചി അറിയുന്ന ഒരാളായിരുന്നു. ഹൗ ടു പ്രിപ്പയർ ഡെലീഷ്യസ് ഫുഡ്, ഹാഡ് എൻ അൾസർ ഓൺ ഹിസ് നീ. ഈ അൾസർ എന്ന് പറയുന്നത് സാധാരണ വയറ് സംബന്ധമായ അസുഖമാണ്. അത് ഇതിലൂടെ കാണിക്കുന്ന നീ ആണ്. ബ്ലാക്ക് മാങ്കെ, ബ്ലാക്ക് മാങ്കെ ഒരു ഫ്രേസ് ആണ് കുക്കിനെ വിശേഷിപ്പിക്കുന്നത്. ചിലപ്പോൾ അതായിരിക്കും ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ദ സ്കിപ്പർ കെയിം ഫ്രം ഡാർട്ട്മൗത്ത്, റോഡ് എ ഫാമേഴ്സ് ഹോഴ്സ് ആൻഡ് ക്യാരിഡ് എ ഡാഗർ. ഒരു കത്തി ഉണ്ട് കയ്യിൽ, ഒരു ടാൻഡ് സ്കിന്ന്, ഒരു എന്താ പറയാ ഒരു ലെതർ പോലെ ഒരു തോലുണ്ട്, ഒരു കുതിരപ്പുറത്ത്, ഒരു കർഷകന്റെ കുതിരപ്പുറത്താണ് സ്കിപ്പർ വന്നത്. ഹാവ് നോളജ് ഓഫ് വൈൻസ് ആൻഡ് ഹാസ് വിസിറ്റഡ് ബോഡിയാക്സ്. വൈനിനെ കുറിച്ച് നല്ല ധാരണ ഉള്ള ആളായിരുന്നു. took no prisoners, they had walked the plank, had skill in reckoning tides, moons, harbors, pilots. അപ്പോ അത്യാവശ്യം നോളജ് വിവരങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. ഓക്കെ, കയ്യിലൊരു കത്തി ഉണ്ട്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു ക്യാരക്ടറാണ് ദ സ്കിപ്പർ. ഞാൻ പറഞ്ഞ പാർട്ണർ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടോ. സോൾഡ് ഇന്റലിജൻസ്.
ഒക്കെ സ്വയം ആളുകളെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരാള് കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ആ കൊല ചെയ്ത ആളെക്കാൾ അയാളുടെ മോട്ടീവാണ് കാരണം. ആര് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇവിടെ പാണ്ഡന്റെ റോൾ അതായിരുന്നു. സോൾഡ് ഇന്റലിജൻസസ്. ഓക്കെ, സെൽഫ് ഇന്റലിജൻസ്, സ്വയം അതില് എന്താ പറയാ അർപ്പിക്കുന്ന, സ്വയം അതിൽ ചെയ്യുന്ന ഒരാളെ പ്രേരിപ്പിക്കുന്ന ഒരാളായിരുന്നു. ഹാഡ് ബ്ലോണ്ട് ഹെയർ, ബൾജിങ് ഐസ്. ബ്ലോണ്ട് മീൻസ് ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഹെയറും കൂർത്ത കണ്ണും, സ്മോൾ വോയിസ് ഓഫ് എ ഗോഡ്, ആടിനെ പോലെ പതുങ്ങിയ ശബ്ദമായിരുന്നു. ക്ലെയിം ടു ഹാവ് റിലീജിയസ് ആർട്ടിഫാക്ട്സ്, റിലീജിയസ് ആയിട്ടുള്ള കുറെ എന്താ പറയാ ഓൾഡ് ആയിട്ടുള്ള വസ്തുക്കൾ. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യൻസിന്റെ പൊതുവെ കുരിശ്, കൊന്തമാല, അതുപോലെ ഈ പറയുന്ന തിരുവസ്ത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആർട്ടിഫാക്ട്സ് ആണ്. അതെല്ലാം ഉണ്ട് എന്ന് അതിൽ പറഞ്ഞു നടന്നിരുന്ന ആളാണ്. കുഡ് ടോക്ക് പാരിഷ്നേഴ്സ് ഔട്ട് ഓഫ് ദെയർ മണി. അതായത് കാശിന് വേണ്ടിയിട്ട് എന്തും പറയാവുന്ന അല്ലെങ്കിൽ എന്താ ഉത്ബോധനം നടത്തിയിരുന്ന ആളായിരുന്നു പാണ്ഡവൻ. പൊതുവെ സത്യം പറഞ്ഞ ഒരു ഉടായ്പ് ആളായിരുന്നു. ചെയ്യുന്ന പണി ആള് എന്താ പറയാ കാശിന് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ പറയുന്നത് ഹോസ്റ്റ് ആണ്. ഹോസ്റ്റ് പറയപ്പെടുന്നത് ജെഫ്രി ചോസർ തന്നെയായിട്ടാണ് പറയപ്പെടുന്നത്. ഇൻ കീപ്പർ അറ്റ് ദ ടബാർഡ് ഇന്നിലെ കീപ്പറാണ്. ആസ് ഫോർഗീനെസ് ഓഫ് ദ റീഡർ ഫോർ ദ റൂഡ് ലാംഗ്വേജ് ആൻഡ് പീപ്പിൾ യൂസ്. അതായത് ചില ആളുകൾ വളരെ എന്താ പറയാ വേദനിപ്പിക്കുന്ന ഹാർഷായിട്ടുള്ള സംസാരം പറയുമ്പോൾ ഇദ്ദേഹമാണ് അത് അവർക്ക് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുന്നത്. പിന്നെ എന്തായിരുന്നു ഓഫർ, ഇതായിരുന്നു നല്ല കഥ പറയുന്ന ആള്. അതായത് ഈ പിൽഗ്രിംസിനൊക്കെ ഒരു കഥ പറയണം, പിൽഗ്രിമേജിന് പോകുമ്പോഴും വരുമ്പോഴും. ആരുടെ പിൽഗ്രിമേജ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തോമസ് ബക്കറ്റിന്റെ ആണ്. തോമസ് ബക്കറ്റിന്റെ കുടീരം കാണാനാണ് ഇവർ പോകുന്നത്. അപ്പൊ പോകുമ്പോഴും വരുമ്പോഴും ഓരോ കഥ. അങ്ങനെ ഏറ്റവും നല്ല കഥ പറയുന്ന ആൾക്ക് സമ്മാനം ഒരു ഡിന്നറാണ് സമ്മാനം, ഫ്രീ ഡിന്നർ സമ്മാനം. അതാണ് പറയുന്നത്. പിന്നെ വന്ന് ദ യോമാൻ റോഡ് അറ്റ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ, ബോർ പീകോക്ക് ഫെതേർഡ്. ഒരു മയിലിന്റെ ഒരു ഏരോ ഉണ്ടായിരുന്നു ഇയാളുടെ കയ്യില്. ബോ, ഷീൽഡ് ആൻഡ് സ്വാർഡ്, വാളും പരിചയം ഉണ്ടായിരുന്നു. ബേർക്ക് ആൻഡ് സെന്റ് ക്രിസ്റ്റഫർ മെഡൽ, ഒരു മെഡൽ അദ്ദേഹത്തിന് കഴുത്തിലുണ്ട്. യോമാൻ ആണ്. ദ പ്രയറസ്, ഹൈ റാങ്കിങ്, ഉയർന്ന എന്താ പറയാ പൊസിഷനിലുള്ള ഒരു കന്യാസ്ത്രീയാണ്. മാഡം എഗ്ലൈൻഡൈൻ, ഫ്രഞ്ച് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. ഏറ്റ് വിത്ത് മാനേഴ്സ് ആൻഡ് കോട്ട്ലിനെസ്, ഷോർട്ട് സിമ്പതീസ് ആൻഡ് ടെൻഡർ ഫീലിംഗ്സ്, ടോൾ. ഉയർന്ന നല്ല സിമ്പത്തറ്റിക് ആയിട്ടുള്ളൊരു ആളായിരുന്നു പ്രയറസ്. പിന്നെ മെർച്ചന്റ് പറയുന്നുണ്ട്, ഓക്സ്ഫോർഡ് ക്ലറിക് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം, നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. ദ പാസൻ, ദ പ്ലോമാൻ, ഇതൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Who described poets as the unacknowledged legislators of mankind? ഈ ചോദ്യത്തിന് ഒരു പ്രശ്നമുണ്ട്, ഈ ക്വസ്റ്റ്യന്റെ പ്രശ്നമാണ്. ദ അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് മാൻകൈൻഡ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ദ അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് പറഞ്ഞത്. വേൾഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ അത് മാൻകൈൻഡ് എന്ന് പറഞ്ഞാലും വേൾഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ് പറയൂ? Which is the right answer? വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ, ഷെല്ലി ആണോ, കീറ്റ്സ് ആണോ? വേർഡ്സ്വർത്ത് പൊതുവെ പറഞ്ഞിട്ടുള്ളത് നേച്ചറിനെ കുറിച്ചാണ്, അല്ലെ? നമ്മൾ ഗോയിങ് ബാക്ക് ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ ആളാണ് വേർഡ്സ്വർത്ത്. കോളറിഡ്ജ് പറഞ്ഞത് എന്താ? സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനെ ആണ് പറഞ്ഞത്. സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്ത് എഴുതിയ ആളാണ്. ഫാൻസിനെ കുറിച്ച്, ഇമാജിനേഷനെ കുറിച്ചും പറഞ്ഞ ആളാണ്, അല്ലെ? കീറ്റ്സ് പറഞ്ഞത് നഷ്ടപ്രണയം അല്ലെങ്കിൽ നഷ്ട സൗഹൃദം, പിന്നെ ഓട്ട് ടു എ സ്കൈലാർക്ക്, പിന്നെ ഓട്ട് നൈറ്റിംഗേൽ ഒക്കെ എഴുതിയ ആളാണ് കീറ്റ്സ്. ഷെല്ലി പറഞ്ഞത് ദ അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് മാൻകൈൻഡ് എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണത്. ഇത് ഷെല്ലിയുടെ വാക്കുകളാണ്. ഓക്കെ, P.D. ഷെല്ലി, പേഴ്സി ബൈഷി ഷെല്ലി. അപ്പൊ നമുക്ക് ഷെല്ലിയെ കുറിച്ച് കൂടുതൽ നോക്കാം. ഓക്കെ, ഷെല്ലി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ആദ്യ ക്വസ്റ്റ്യനിലുള്ളത്. ഇനി അതില് മറ്റു ഓപ്ഷൻസ് ആണ് വില്യം വേർഡ്സ്വർത്തും എസ് ടി കോളർ. അപ്പൊ അവരുടെ കൂടെ കോഡ്സ് നമുക്ക് നോക്കാം.
വില്യം വേർഡ്സ്വർത്തിന്റെ വാക്കുകളാണത്. പോയട്രി ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓഫ് ഓൾ നോളജ്. ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ചോദിച്ചത് ഇതായിരുന്നു, പോയട്രി ഈസ് ദ ഫ്ലോ ഓഫ് ഇമോഷൻ റീകളക്ടഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. അപ്പൊ ആ ഒരു സാധനമാണ് പൊതുവെ ചോദിക്കാറുള്ളത്. അതിന് പകരം ഒരു വേറൊരു കോട്ടാണ്, പോയട്രി ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓഫ് ഓൾ നോളജ്, ഇറ്റ് ഈസ് ആസ് ഇമ്മോർട്ടൽ ആസ് ദ ഹാർട്ട് ഓഫ് എ മാൻ. ഓക്കെ, മനുഷ്യന്റെ ഹൃദയം പോലെ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒന്നാണ് പോയട്രി എന്നാണ് വില്യം വേർഡ്സ്വർത്ത് പറയുന്നത്. ഇതാണ് ആള് വില്യം വേർഡ്സ്വർത്ത്. നോക്കി വെച്ചോളൂ. ഫഹദ് ഫാസിലിന്റെ ആവേശത്തിന്റെ ലുക്കാണ്, മീശല്ലാന്ന് മാത്രം. ഓക്കെ, ഇനി ഇതാണ് സാമുവൽ ടൈലർ കോൾറിഡ്ജ്. ഇത് രണ്ടുപേരും കൂടിയിട്ടാണ് നമ്മുടെ പ്രിഫസ് ടു ലിറിക്കൽ ബാലൻസ് എഴുതിയത്. ഓക്കെ, ലിറിക്കൽ ബാലൻസ് എഴുതിയത് 1800 വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടിയാണ്. അതിൽ ഭൂരിപക്ഷം 90% പോയംസ് എഴുതിയത് വേർഡ്സ്വർത്ത് ആണ്. ആകെ 4 പോയംസ് മാത്രമാണ് എസ്.ടി. കോൾറിഡ്ജ് എഴുതിയത്. നോ മാൻ വാസ് എവർ യെറ്റ് എ ഗ്രേറ്റ് പോയറ്റ് without being at the same time a profound philosopher. ഒരാളും നല്ലൊരു മികച്ചൊരു പോയറ്റ് ആവുന്നില്ല, എങ്ങനെയല്ല, ഒരു ഫിലോസഫർ ആവാതെ. ഇപ്പൊ ഫിലോസഫി ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫിലോസഫർ ആയാൽ മാത്രമേ നല്ലൊരു കവി ആവാൻ പറ്റുള്ളൂ. നമ്മൾ കൊച്ചിൻ അലീഫന്റെ ഒക്കെ പോലെ കുറച്ച് തടിച്ചിട്ടൊരു ആളാണ്, ഇവിടെയൊക്കെ നെട്ടിട്ട്. ഇതാണ് എസ്.ടി. കോളറിഡ്ജ്. കാരണം ഈ പഹയന്മാർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് മൈൻഡിലേക്ക് പകർത്താം. ഇതായിരിക്കും മിക്കവാറും കോഴ്സ് ആയിട്ട്. ഇനിയിപ്പോൾ ഷെല്ലി ചോദിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ അടുത്ത ചോദിക്കാൻ പോകുന്നത് വേർഡ്സ്വർത്ത് ആവാം, കീറ്റ്സ് ആവാം, ഷെല്ലി ആവാം. ഓക്കെ, അപ്പൊ അതാണ് കോഴ്സ് ഒരു ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അൺറൈംഡ് അയാംബിക് പെന്റാമീറ്റർ ഈസ് ഓൾസോ നോൺ ആസ്. മിക്കവാറും നിങ്ങൾ സ്ലൈഡ് കണ്ടിട്ടുണ്ടാവും, ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അൺറൈംഡ് അയാംബിക് പെന്റാമീറ്റർ എന്ന് പറയുന്നത് റൈം റോയലിന്റെ ഫീച്ചറാണ്. റൈം റോയൽ, ഇതാണ് ആൻസർ, റൈം റോയൽ. അപ്പൊ ഒപ്പം അലക്സാൻഡ്രിയൻ എന്താണ്, ബ്ലാങ്ക് വേഴ്സ് എന്താണ്, ഹീറോയിക് കപ്ലറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നോക്കാം. റൈം റോയൽ എന്താ നോക്കാം. റൈം റോയൽ 7 ലൈൻ സ്റ്റാൻസ് ആണ്. 7 ലൈൻസ് ഉള്ള ഒരു പോയത്തിന്റെ പാർട്ട് 7 ലൈൻസ് വരുന്നതാണ് സ്റ്റാൻസ. അതിന്റെ റൈം എന്ന് പറയുന്നത് അയാംബിക് പെന്റാമീറ്റർ ആണ്. അതായത് ആദ്യം അൺസ്ട്രെസ്ഡ്, പിന്നെ സ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ് സ്ട്രെസ്ഡ് ആണ്. അതാണ് അയാംബിക് എന്ന് പറയുന്നത്. ആദ്യം സ്ട്രെസ് ചെയ്യില്ല, രണ്ടാമത് മാത്രമേ സ്ട്രെസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അത് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അയാംബിക് പെന്റാമീറ്റർ. ഓക്കെ, അപ്പൊ അയാംബിക് പെന്റാമീറ്റർ, പെൻഡ എന്ന് പറഞ്ഞാൽ 5 ആണ്. 5. അപ്പൊ പെൻഡ 5 അതിന്റെ മീറ്റർ ഉണ്ടാവുക. ഓക്കെ, നമുക്കറിയാലോ, മോണോഡൈ, ടെട്ര, മോണോഡൈ, ട്രൈ, ടെട്ര, പെൻഡ, പിന്നെ ഹെക്സ, ഹെപ്റ്റ, ഒക്ട, അങ്ങനെ പോകുന്നത്. ഓർഗനൈസ്ഡ് either as a tercet and 2 couplets or a quatrain and a tercet. അപ്പൊ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 2 ലൈൻസും ടെർസെറ്റ് 3 ലൈൻസും ആണ്. അപ്പൊ അങ്ങനെയാണ് ആസ് എ ടെർസെറ്റ് ആൻഡ് 2 കപ്ലെറ്റ്സ്. അപ്പൊ ടെർസെറ്റ് ഉണ്ടാവും, ടെർസെറ്റ് എത്ര 3, 2 കപ്ലെറ്റ് 4, 2 2 4, അപ്പൊ 3 4 7, അങ്ങനെയാണ് 7 ലൈൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതാണ് അയാംബിക് പെന്റാമീറ്റർ. 7 ലൈൻ സ്റ്റാൻസ ആണ്, അയാംബിക് പെന്റാമീറ്റർ ആണ്. റൈം സ്കീം വരുന്നത് AB AB BC BC. അവസാനത്തെ വാക്കാണ് നമ്മൾ റൈം ചെയ്യുക. ഒരു സ്റ്റാൻസയിൽ അവസാനം വരുന്ന വാക്കുകൾ സെയിം ആയിരിക്കും. അപ്പൊ A B ആണ് വരുന്നത്. ഇപ്പൊ A ആണെങ്കിൽ റിങ്, B ആണെങ്കിൽ വേറൊരു സൗണ്ട്, മൂന്നാമതും A ആണ് വരുന്നത്, അപ്പൊ അത് സിങ് ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്ന B ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന പോയത്തിൽ ലാസ്റ്റ് വരുന്ന ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും റൈമും സെയിം ആയിരിക്കും. സെക്കൻഡ് ലൈനും നാലാമത്തെ ലൈനും സെയിം ആയിരിക്കും. അങ്ങനെയാണ് ഈ അയാംബിക് പെന്റാമീറ്റർ വരുന്നത്. ഓക്കെ, ഇതില് ഈ റൈമിംഗ് സ്കീം ചോദിക്കും. ഓക്കെ, റൈമിംഗ് സ്കീം ചോദിക്കും. ഷേക്സ്പിയറിന്റെ റൈമിംഗ് സ്കീം ഏതാണ് ചോദിക്കാറുണ്ട് സാധാരണ. അതിലൊരു ഇത് പറയുന്നത് എന്താ പറയുന്ന ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഈ ഗുണ്ടാവും, ലാസ്റ്റ് ജി ഉണ്ടാവും. ഷേക്സ്പിയറിന്റെ ഒരു റൈം സ്കീമിന്റെ പ്രത്യേകത ജി ലാസ്റ്റിൽ വരും, ജി. അപ്പൊ ജി വരുന്നതായിരിക്കും ഷേക്സ്പിയർ എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി.
ഓക്കെ, ജി ജി. ഈ സി സിന്ന് കണ്ടോടത്ത് ജി ജിന്നുണ്ടാവും. നെക്സ്റ്റ് അപ്പൊ റൈം റോയൽ ആണ് ഇപ്പൊ പറഞ്ഞത്. അടുത്ത് നോക്കാം, സൊസേറിയൽ സ്റ്റാൻസ അല്ലെങ്കിൽ റൈം റോയൽ എന്ന് മറ്റൊരു പേരാണ്. സൊസേറിയൽ സ്റ്റാൻസ എന്നും പേരുണ്ട്. അപ്പൊ ചോസർ ആണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് റൈം റോയൽ എന്ന് പറയുന്നത്. 7 lines in iambic pentameter rhyming A B A B C C. A B A B B C C. The first with the third, second with the fourth. ഞാൻ പറഞ്ഞേ ഫസ്റ്റ് മൂന്നാമത്തതും സെക്കൻഡ് ലൈൻ നാലാമത്തതും ആയിട്ട് എന്താണ് റൈം ചെയ്യുന്നു. പിന്നെ കപ്ലറ്റ്, ലാസ്റ്റത്തെ കപ്ലറ്റ് സ്റ്റാൻഡിങ് അലോൺ. ഓക്കെ, ഫിഫ്ത്ത് ലൈനും കപ്ലറ്റും വേറെ തന്നെ റൈം ആയിരിക്കും. അതാണ് സി സിന്ന് കാണിക്കുന്നത്. രണ്ടും വേറെ വ്യത്യസ്തമായിട്ടുള്ള റൈമാണ്. ഈ ഹീറോയിക് കപ്ലറ്റ് എന്താ നോക്കാം. ഹീറോയിക് കപ്ലറ്റ് ഇസ് എ ഫോം ഓഫ് പോയട്രി കോമൺലി യൂസ്ഡ് ഇൻ എപ്പിക്സ് ആൻഡ് നാരറ്റീവ് പോയംസ്. ഓക്കെ, നാരറ്റീവ് പോയംസിലും പിന്നെ എപ്പിക്സിലും കാണുന്ന ഒരു സംഗതിയാണ് ഹീറോയിക് കപ്ലറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ പെയർ ഓഫ് റൈമിംഗ് ലൈൻസ് ദാറ്റ് ആർ റിട്ടൺ ഇൻ അയാംബിക് പെന്റാമീറ്റർ. ഇതും അയാംബിക് പെന്റാമീറ്റർ തന്നെയാണ്. മോസ്റ്റ് കോമൺലി couplet form is used when the poet wants to make a confined statement. The two lines may stand by themselves. അപ്പൊ ഉദ്ദേശിച്ചത് ഈ ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള വർക്കിലും എത്തിക്സിലും ഒക്കെ കാണപ്പെടുന്ന കപ്ലറ്റുകളാണ് ഹീറോയിക് കപ്ലറ്റ്. അതും അയാംബിക് പെന്റാമീറ്റർ തന്നെയാണ് ഉള്ളത്. അലക്സാണ്ടർ എന്താണ്? അലക്സാണ്ടർ എന്നാൽ ലൈൻ ഓഫ് വേഴ്സ് ഓഫ് 12 syllables, 12 syllables മാത്രം വരുന്ന, ഓക്കെ, 2 അയാംസ്, 6 അയാംസ്, റെഗുലർലി ഓഫ് 6 അയാംസ് വിത്ത് എ സെസോറ ആഫ്റ്റർ തേർഡ് അയാം. സെസോറ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആണ്, ഒരു ബ്രേക്കിനാണ് സെസോറ എന്ന് പറയുന്നത്. സ്റ്റോപ്സ്, സീസർ എന്നൊക്കെ പറഞ്ഞ വേർഡ് ഉണ്ടല്ലോ, സീസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള വേർഡാണ്. അപ്പൊ ഒരു ഉദാഹരണം കണ്ടോ, അവർ സ്വീറ്റസ്റ്റ് സോങ്സ് ആർ ദോസ് ദാറ്റ് ടെൽ ഓഫ് സാഡസ്റ്റ് തോട്ട്. ഇവിടെ നമ്മൾ ഇത് ബ്രേക്ക് ചെയ്താൽ 12 സിലബിളാണ് കിട്ടുക. അതിൽ ആദ്യം 6 അയാമ്പ്, പിന്നെ ഒരു 6 അയാമ്പ്, അതിന് നടുക്കുന്നത് ഒരു സെസോർ ഉണ്ടാവും, അതാണ് ബ്രേക്ക്. ഇങ്ങനെ വരുന്ന 12 ലൈൻസ് ഉള്ള പോയത്തിനാണ് അലക്സാണ്ട്ര എന്ന് പറയാം. 12 ലൈൻസ് ഉണ്ടാവുള്ളൂ, 12 സിലബിൾസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, 12 സിലബിൾസ് ഉണ്ടാവും, അതാണ് അലക്സാണ്ട്ര. An Alexandrine is a line of poetry comprising 12 syllables, has 6 iambic feet and usually has a caesura. Okay, Alexandrine were used in drama before Shakespeare, but they are replaced by iambic pentameter. അപ്പൊ ഈ അയാംബിക് പെന്റാമീറ്റർ വരുന്നതിന് മുമ്പ് യൂസ് ചെയ്തതാണ് അലക്സാണ്ട്രൻ. ഷേക്സ്പിയറിന്റെ കാലത്തിൽ ഡ്രാമയിലൊക്കെയാണ് അലക്സാണ്ട്രൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണ് ബ്ലാങ്ക് വേഴ്സ് പോയട്രി? ബ്ലാങ്ക് വേഴ്സും അയാംബിക് പെന്റാമീറ്റർ ആണ്, പക്ഷെ റൈമിംഗ് സ്കീം ഉണ്ടാവില്ല, ലാസ്റ്റിൽ റൈമിംഗ് വേഴ്സ് ഉണ്ടാവില്ല. അതാണ് പ്രത്യേകത, ബ്ലാങ്ക് ആണ്. അവിടെ ബ്ലാങ്ക് ആയിരിക്കും, റൈമിംഗ് സ്കീം ബ്ലാങ്ക് വരുമ്പോഴാണ് ബ്ലാങ്ക് വേഴ്സ് പറയുന്നത്. So let's see one poem from Julius Caesar. Cowards die many times. This also closed now. Cowards die many times before their deaths. ധീരു പലതവണ മരിക്കും, ധീരന് മരണം ഒന്ന് മാത്രം എന്ന് പറയുന്നത് ജൂലിയസ് സീസർ ആണ്. ഓക്കെ, അത് ആര് പറഞ്ഞു എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. The valiant never taste of death but once. കേട്ടോ, ഇവിടെ ഡെത്തും വൺസും തമ്മിൽ യാതൊരു ചേർച്ചയില്ല, പക്ഷെ അത് അയാംബിക്കിലാണ് കിടക്കുന്നത്. Of all the wonders that I yet have heard, it seems to me most strange that men should fear, seeing that death a necessary end will come when it will come. അല്ലെ, ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അവസാനം തന്നെയാണ്, അത് വരുന്ന സമയത്ത് എന്തായാലും വരും, നമ്മൾ അതിനെപ്പറ്റി വരാണ്ട. ഇതാണ് ബ്ലാങ്ക് വേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് നോക്കുക, അതായത് ഇതുപോലെ നമ്മൾ ഓപ്ഷൻസ് ആൻസേഴ്സ് കൂടുതൽ പഠിക്കാൻ നോക്കുക. അടുത്തത്, വിച്ച് among the following was a periodical patronized by Addison and Steele? അഡീസണും സ്റ്റീലും രണ്ടും കൂടി ചേർന്നിട്ട് ഒരു എന്താ പറയാ പീരിയോഡിക്കൽ ഇറക്കിയിരുന്നു. അതിന്റെ പേരാണ് ചോദിച്ചത്. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ അറിയുക, പറയൂ. ഇതില് 3 പീരിയോഡിക്കൽസ് ആണ്, ഒന്ന് പത്രമാണ്. അപ്പൊ ആ പത്രത്തിന്റെ പേര് അറിയെങ്കിൽ അത് ഒഴിവാക്കാം. ബാക്കി 2 ഒരാൾ തന്നെയാണ്. Yes, Tatler is the right answer. Tatler is the right answer.
ഇതിൽ ക്രൈറ്റീരിയൻ ആൻസർ വരുന്നത് സാമുവൽ ജോൺസൺ ആണ്. റാംബ്ലർ എഴുതിയിട്ടുള്ളത് സാമുവൽ ജോൺസൺ ആണ്. ക്രൈറ്റീരിയൻ ടി എസ് എലിയറ്റ് ആണ്. ക്രൈറ്റീരിയൻ ഇസ് റിട്ടൺ ബൈ ടി എസ് എലിയറ്റ്. എലിയറ്റിന്റെ ഒരു പീരിയോഡിക്കലാണ്, അത്ര ഫേമസ് അല്ല. റാംബ്ലർ ഫേമസ് ആണ്. റാംബ്ലർ ഇസ് ബൈ സാമുവൽ ജോൺസൺ. ഓക്കെ, ടാറ്റ്ലർ എന്ന് പറയുന്നത് അഡീസണും സ്റ്റീലും കൂടെ ജോയിന്റ്ലി ചെയ്തിട്ടുള്ള പീരിയോഡിക്കലാണ്. ദ റിവ്യൂ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ആണ്. ഓക്കെ, അത് പീരിയോഡിക്കൽ അല്ല. ഫൈൻ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ദ ടാറ്റ്ലർ. ഈ ഓപ്ഷൻസ് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമോ? ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻസ് നോക്കുന്നത്. കാരണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഓപ്ഷൻസ് ബേസ് ചെയ്തിട്ടാവും. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത് ചോദ്യങ്ങൾ മാത്രമല്ല, ഒപ്പം 4 ഫാക്ട്സ്, 4 ഓപ്ഷൻസും കൂടെ നോക്കുമ്പോൾ ആ ഫാക്ട്സ് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഇനി അടുത്ത നോക്കാം. എന്നിട്ട് അതും ചോദിക്കാം. കാരണം ഈ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് ആലോചിക്കാം. ഇപ്പൊ ഈ അഡീസൺ സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ടാറ്റ്ലർ ആണ്. ഇപ്പൊ നമ്മൾ മുന്നേ ഉള്ള ചോദ്യം നോക്കുകയാണെങ്കിൽ ഈ ഇത് ചോദിക്കും, പ്രോസഡി ആണിത്, റൈം റോയൽ, അലക്സാൻഡ്രിൻ, ഹീറോയിക് കപ്ലെറ്റ്, ബ്ലാക്ക് വേഴ്സ്. അപ്പൊ ഈ 4 പഠിച്ചു കഴിഞ്ഞാൽ അതിൽ എന്ത് ചോദിച്ചാൽ കിട്ടുമല്ലോ. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ഫാക്ട്സുകൾ പഠിക്കാം. ഇപ്പൊ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ഷെല്ലിയാണ് ഉത്തരം വന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഇനി വേർഡ്സ്വർത്ത് പറഞ്ഞ ഏതെങ്കിലും കോട്ട് ചോദിക്കും, കോളറിഡ്ജ് പറഞ്ഞ ഏതെങ്കിലും കോട്ട് ചോദിക്കും, കീറ്റ്സ് പറഞ്ഞ ഏതെങ്കിലും കോട്ട് ചോദിക്കും. അങ്ങനെയായിരിക്കും ചോദിക്കുക. ഇനി വൈഫ് ഓഫ് ബാത്ത് ചോദിച്ചില്ല. ഇനി അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഇപ്പൊ പാർട്ണറാണ്. അപ്പൊ നമ്മൾ പാർട്ണറെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പാർട്ണർ ആരാണ്? ഉഡായിപ്പ് പള്ളിലച്ചനാണ്. പ്രയറസ് ആരാണ്? നമ്മൾ പറഞ്ഞു നണ്ണാണ്, ഉയർന്ന നണ്ണാണ്, കുതിരപ്പുറത്ത് വന്നിരുന്ന നണ്ണാണ്, ടോളാണ് ആള് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പാസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലിറ്റിൽ നോളജ് ഇസ് എ ഡേഞ്ചറസ് തിങ്. അപ്പൊ ഇത് വളരെ നമുക്ക് കേട്ടുള്ള സംഗതിയാണ് അല്ലെ. ഒരു അല്പജ്ഞാനം അല്ലെങ്കിൽ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്നതിന്റെ വേറൊരു വേർഷൻ ആണ് ലിറ്റിൽ നോളജ് ഇസ് ഡേഞ്ചറസ് തിങ്. ഇത് ആരാണ് പറഞ്ഞത്? അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ് പറയാൻ പറ്റും? ആരാ പറഞ്ഞതെന്ന് പറയാൻ പറ്റും? അപ്പൊ ഇതിൽ വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പണ്ടൊക്കെ ഇന്ന വർക്ക് ആരെഴുതി, അല്ലെങ്കിൽ ഈ വർക്ക് എഴുതിയത് ആര്, അല്ലെങ്കിൽ ഇയാൾ എഴുതിയ വർക്ക് ചെയ്ത്, ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചിരുന്നത്. ഇപ്പൊ ആ വർക്കിന്റെ ഉള്ളിൽ നിന്നാണ് ചോദിക്കുന്നത്. ആ വർക്ക് വായിച്ച ആൾക്ക് മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ചോദ്യമാണത്. ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഇത് പറഞ്ഞതാരാണ്? നമുക്കിത് അറിയാവുന്ന വാക്ക്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, അല്പജ്ഞാന ആപത്ത്. അപ്പൊ ഇത് പറഞ്ഞത് പോപ്പാണ്. റൈറ്റ് ആൻസർ ഇസ് പോപ്പ്. പോപ്പ് എവിടെയാ പറഞ്ഞത്? എസ്സേ ഓൺ ക്രിറ്റിസിസം. ഇത് അദ്ദേഹത്തിന്റെ വർക്കാണ്. എസ്സേ ഓൺ ക്രിറ്റിസിസം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വർക്കാണ്. അത് 1709 പബ്ലിഷ് ചെയ്തത്. അപ്പൊ എസ്സേ ഓൺ ക്രിറ്റിസിസം നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫ്രേസ് ആണ് ലിറ്റിൽ നോളജ് ഇസ് എ ഡേഞ്ചറസ് തിങ്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ഡ്രൈഡൻ ഉണ്ട്, ഷേക്സ്പിയർ ഉണ്ട്, വേർഡ്സ്വർത്ത് ഉണ്ട്. അവർക്ക് ഒരുപാട് വർക്കുകളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡ്രൈഡന്റെ വർക്ക് ഏതാണെന്ന് നോക്കണം. അപ്പോ അതുപോലെ ഷേക്സ്പിയർ, ഡ്രൈഡന്റെ മെക്ഫ്ലക്നോ ഉണ്ട്. മെക്ഫ്ലക്നോ ആണ് കാലാകാലങ്ങളായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു വർക്കാണ് മെക്ഫ്ലക്നോ. അതിൽ തന്നെയാണ് സാധാരണ ചോദിക്കുക. മെക്ഫ്ലക്നോയില് ഡ്രൈഡൻ ആരെയാണ് അപകീർത്തിപ്പെടുത്തുന്നത്? ഷാഡ്വെലാണ് അപകീർത്തിപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരും. വേർഡ്സ്വർത്തിന്റെ ചോദിക്കാൻ പോകുന്നത് ലിറിക്കൽ ബാലൻസ്, പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബാലൻസ് ആണ് ചോദിക്കുക. പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബാലൻസിൽ വേർഡ്സ്വർത്ത് എന്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ളത്. അതുപോലെ ഷേക്സ്പിയറിന്റെ ചോദിക്കാൻ പോകുന്നത് ഒരുപാട്, ഷേക്സ്പിയറിന്റെ ട്രാജഡീസ്, ഹാംലെറ്റ്, മാക്ബത്ത്, ഒതല്ലോ, ലിയർ, ഇങ്ങനെ ആ വർക്കുകളൊക്കെ ചോദിക്കാം. അപ്പൊ അങ്ങനെ എല്ലാം ഇപ്പോ ഷേക്സ്പിയർ ചോദിക്കുകയാണ്. ഇപ്പൊ ഹാംലെറ്റ് നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ ഹാംലെറ്റ് ആവില്ല ചോദിക്കുക. ഫ്രൈൽറ്റി ദൈ നെയിം ഇസ് വുമൺ, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് പ്ലേയിലാണെന്നാ ചോദിക്കുക അല്ലെ. ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ, അത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ കോട്ടാണ്. അത് ഏത് പ്ലേയിലാണ് വരുന്നത് അല്ലെ? അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ചാൽ പോലും എന്റെ കയ്യിലെ രക്തക്കറയുടെ മണം പോവില്ല എന്ന് പറഞ്ഞത് മാക്ബത്തിലാണ്. ചാബല്യമേ നിന്റെ പേരാണ് സ്ത്രീ എന്ന് പറഞ്ഞത് ഹാംലെറ്റിലാണ്. അപ്പൊ ഇതൊക്കെ ഷേക്സ്പിയറിന്റെ വർക്കാണ്. അപ്പൊ അങ്ങനെ ചോദിക്കും. അപ്പൊ ഈ നമുക്ക് വർക്ക് ഏതെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡ്സ് നമ്മൾ പഠിക്കണം. ഇത് പോപ്പ് എസ്സേ ഓൺ ക്രിറ്റിസിസം 1709 പബ്ലിഷ് ചെയ്തു. അപ്പൊ അവിടെ ആ എസ്സേ ഓൺ ക്രിറ്റിസിസം ആണ് ചോദ്യം വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 76 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സ്പ്രഷനിസ്റ്റിക് പ്ലേ?
യുജീൻ ഓനിയൽ. ഈ യുജീൻ ഓനിയൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും നമ്മുടെ. ഓക്കെ, ഈ യുജീൻ ഓനിയലിന്റെ പ്രത്യേകതയാണ് എക്സ്പ്രഷനിസം. എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഒരു ലിറ്റററി ഫിഗർ, ഒരു ഫീച്ചറാണ്. അതില് യുജീൻ ഓനിയല് തിളങ്ങിയ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ, ഒറ്റ വർക്ക് മാത്രമുള്ള ആൾക്ക് ഇതാണ് എംപറർ ജോൺസ്. ദ എംപറർ ജോൺസ് ആണ് അതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ മറ്റുള്ള വർക്കുകൾ ആരൊക്കെ എഴുതി നോക്കാം. ദ ക്രൂസിബിൾ. ക്രൂസിബിൾ ആദർ മില്ലറിന്റെ വർക്കാണ്. ആദർ മില്ലർ. ഈ ആദർ മില്ലറിനെയാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാനും എഴുതിയത്. ഓക്കെ, ആദർ മില്ലർ തന്നെയാണ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാനും എഴുതിയത്. ആദർ മില്ലർ. ആദർ മില്ലർ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡെത്ത് ഓഫ് എ സെയിൽസ്മാന്റെ ക്യാരക്ടർ ചോദിച്ചിട്ടുണ്ട്, അതിലുള്ള ആൾക്കാരുടെ പേര് മൈക്കൽ ഹെൻസാർഡ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അതായിരിക്കും ഇതുവരെ ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ മാറ്റിയിട്ട് ഒന്ന് പഠിച്ചു യുജീൻ ഓനിയലിന്റെ രണ്ടാം ഉറപ്പിച്ചോ അത് എംപറർ ജോൺസ് ആയിരിക്കും. അതല്ല വേറൊരു വർക്കുകളെ പറ്റിയിട്ട് കേട്ടിട്ടില്ല. എംപറർ ജോൺസ്, എക്സ്പ്രഷനിസം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അത് എന്താ പറയാ, ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾക്ക് അവരുടെ മാസ്റ്റർ പീസ് വർക്കുകളുണ്ട്, അത് നമ്മൾ എപ്പോഴും നോക്കി വെക്കണം. നെക്സ്റ്റ്, ഈ അടുത്തത് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് പറഞ്ഞത്. ഏക്കിംഗ് ജോയ്സ്, വേദനിക്കുന്ന സന്തോഷം. എന്താ ഒരു രണ്ട് ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലെ, ഏക്കിംഗ് ജോയ്സ്. അപ്പൊ അത് ഏത് തരത്തിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ആണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടും വരും. അപ്പൊ എന്താ പറയാ, നല്ല മഴ. ഞങ്ങൾ മലയാളത്തിൽ പറയുന്നതാണ് നല്ല മഴ. നല്ല മഴ, നല്ല മഴ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, നല്ല രീതിയിലുള്ള മഴയല്ല, പെരുമഴയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുന്നത് എന്താ, നല്ല മഴ അല്ലെ. നല്ല മണ്ടനാണ് അവൻ, നല്ല മണ്ടൻ. അപ്പൊ അവിടെ നല്ലത് എന്ന് പറയുന്നത് ഒരു ഗുഡും, ബാഡ് ആയിട്ടുള്ളത് നെക്സ്റ്റ് മണ്ടൻ എന്ന് പറയുന്നത് ബാഡ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന യൂസേജസ് ആണിത്. ഏക്കിംഗ് ജോയ്സ്, വേദനയുള്ള സന്തോഷം, നൊമ്പരപ്പെടുന്ന സന്തോഷം. അപ്പൊ അങ്ങനെ വരുന്ന യൂസേജ് വരുന്നതിനാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഓപ്പോസിറ്റ് ആണല്ലോ രണ്ടും. നല്ല മഴ, നല്ല മണ്ടൻ, നല്ല പൊട്ടനട്ടോന്, നല്ല പൊട്ടൻ. അപ്പൊ പറഞ്ഞതൊക്കെ എന്തായാലും ഓപ്പോസിറ്റാ പറയുന്നത്. അപ്പൊ ഈ ഓപ്പോസിറ്റ് എന്നുള്ള വാക്ക് തന്നെ ഓക്സിമോറോൺ എന്ന് കിട്ടും. പിന്നെ ആൻസർ ഓക്സിമോറോൺ ആണ്. ഓക്സിമോറോൺ, ഓപ്പോസിറ്റ്. ഓക്സിമോറോൺ പഠിക്കുമ്പോൾ നമുക്ക് അതെന്താക്കണം, ഇനി മറ്റുള്ളത് കൂടെ പഠിക്കണം. എന്താണ് മെറ്റോണിം, എന്താണ് സിനെക്ഡക്കി, എന്താണ് ആന്റിതസിസ്, എന്താണെന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. ഈ ഓക്സിമോറോൺ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ബിഗ് ബേബി ഒരു ഉദാഹരണമാണ്. ബിഗ് ബേബി ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ, വലുത്. ബേബി എന്ന് പറഞ്ഞാൽ ചെറുത്. വലുതും ചെറുതും ഒരുമിച്ച് വന്ന പോലെ ബിഗ് ബേബി. ഓക്കെ, ഇനി എന്താണ് മെറ്റോണിമി നമുക്ക് നോക്കാം. സിനെക്ഡക്കി ആയാലും പറയുന്ന ഒരു സംഗതിയാണ്. സിനെക്ഡക്കി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ ലിറ്റററി ഡിവൈസ് ദാറ്റ് യൂസസ് എ പാർട്ട് ഓഫ് സംതിങ് ടു റിപ്രസെന്റ് ദ ഹോൾ. അതായത് ചെറിയ, ഇപ്പൊ നമ്മൾ പറയില്ലേ വീൽസ് എന്ന് പറയും, വീൽസ് അല്ലെ. നൈസ് വീൽസ് ഒരു യൂസേജ് ആണ്. നൈസ് വീൽസ് ചക്രം ഉദ്ദേശിക്കുന്നത് എന്താ, കാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. പാലസ് ഓൺ വീൽസ് ഒക്കെ കാണാറില്ലേ, പാലസ് ഓൺ വീൽസ്, ചക്രത്തിൽ ഓടുന്ന കൊട്ടാരം. ഉദ്ദേശിക്കുന്നത് എന്താ, കാറിനെയാണ്. അപ്പം കാർ എന്ന് പറയുന്ന വലിയൊരു വസ്തുവിനെ നമ്മൾ വീൽ എന്നൊരു ഒരു വാക്കുകൊണ്ട് മാത്രം അതിനെ കാണിക്കാം. അതായത് ചെറിയൊരു വസ്തു വെച്ചിട്ട് വലിയൊരു സംഗതി പറയുന്നതിനാണ് സിനെക്ഡക്കി എന്ന് പറയുന്നത്. ഇത് സിനെക്ഡോക്ക് എന്നൊക്കെ വായിച്ച ആൾക്കാരുണ്ട്. സിനെക്ഡക്കി ആണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എൻ ഇംഗ്ലീഷ് വേർഡ്. ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ ദ സ്വോർഡ്. കണ്ടോ, വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് തൂലിക, നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്, എഴുത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, എഴുത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പെൻ ആണ് പറയുന്നത് അല്ലെ. ദ പാരഡൈസ് ലോസ്റ്റ് ഇസ് പെൻഡ് ബൈ. പാരഡൈസ് ലോസ്റ്റ് ഇസ് പെൻഡ് ബൈ എന്ന് പറഞ്ഞാൽ എഴുതിയത് അല്ലെ. പാരഡൈസ് ലോസ്റ്റ് മിൽട്ടന്റെയാണ്. ആ പാരഡൈസ് ലോസ്റ്റ് ഇസ് പെൻഡ് ബൈ. അപ്പൊ പെന്നിന് ഉദ്ദേശിക്കുന്നത് എഴുത്തിനെയാണ്. ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക്, എല്ലാ കൈകളും ഡെക്കിലാണ്. ഡെക്ക് ഉദ്ദേശിക്കുന്നത് എന്താ,
ഡെക്ക് എന്ന് പറഞ്ഞാൽ ഷിപ്പാണ്. ഷിപ്പിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന സ്ഥലത്ത് ബാൽക്കണി കാണാൻ ഡെക്ക് എന്ന് പറയാം. അപ്പൊ ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക് എന്ന് പറയുന്നത് ഷിപ്പിന്റെ ക്രൂവിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹാൻഡ്സ് എന്ന് പറയുന്നത് എന്താ? അവരെ കൈകളാണെങ്കിൽ കൈ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ ഷിപ്പിലെ എല്ലാ പണിക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ ഹാൻഡ്സ് ഓൺ ഡെക്ക്. അപ്പൊ ചെറിയൊരു പോർഷനെ എന്താ പറയാ വലുതാക്കി കാണിക്കുന്നതിനാണ് സിനെക്ടക്ക് എന്ന് പറയാം. സിനെക്ടക്ക് നമ്മൾ പറയാം, ഇപ്പൊ ഇതെന്റെ ചോറാണ് അല്ലെ, ഈ ടീച്ചിങ് എന്ന് പറയുന്നത് എന്റെ ചോറാണ്. ചോറ് എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണം. പക്ഷെ ആ ഭക്ഷണത്തെക്കാൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? എന്റെ ഉപജീവന മാർഗമാണ്. അപ്പൊ അതെന്താ? ചെറിയൊരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഞാൻ വലിയൊരു കോൺസെപ്റ്റ് പറയുന്നതാണ്. ഓക്കെ, ഇതിന്റെ ചോറാണ്, ഇതെന്റെ അന്നമാണ്. അന്നം എന്ന് പറയുന്നത് ചെറിയ സാധനം. ഈ അന്നം എന്ന് പറയുന്നത് എന്റെ ലൈഫാണ്. അപ്പൊ അങ്ങനെ പറയുന്നതിനാണ് സിനെക്ടക്ക് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? എന്താ പറയാ മെറ്റോണിമി എന്ന് പറയുന്നത്. നോക്കാം എന്താ മെറ്റോണിമി എന്ന് നോക്കാം. മെറ്റോണിമിയുടെ പോയി. ഓക്കെ, മെറ്റോണിമി ഡൗൺലോഡ് ആയില്ല. മെറ്റോണിമി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ജനറൽ ആയിട്ട് പറയുന്ന, ഇപ്പൊ നമ്മൾ പൊതുവെ പറയും തൊപ്പിക്കാരുണ്ട് റോട്ടില്. തൊപ്പിക്കാർ, ഈ തൊപ്പിക്കാർ ഉദ്ദേശിക്കുന്നത് എന്താ? പോലീസുകാരെ ഉദ്ദേശിക്കുന്നത്. തൊപ്പി വെച്ച ആളുകള്, പണ്ട് ആളുകളെ പറയാം തൊപ്പിക്കാർ. തൊപ്പി വെച്ചത് പോലീസുകാർ. പോലീസ് എന്ന് പറയുന്നത് വലിയൊരു സേനയാണ് അല്ലെ. അതിനെന്താ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ് തൊപ്പി വെച്ച ആളുകളൊക്കെ തൊപ്പിക്കാര്. കോട്ടിട്ട ആൾക്കാരൊക്കെ നമ്മൾ പറയും കോട്ടിട്ട ആളുകൾ വക്കീലന്മാര്. ഓക്കെ, സൂട്ടിട്ട ആളുകളൊക്കെ ബിസിനസ്മാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ വലിയൊരു ടേം കൊണ്ട് ചെറുതാക്കുന്നതിനാണ്, ജനറൽ ആക്കി പറഞ്ഞതിനാണ് മെറ്റോണിമി എന്ന് പറയാ. സിനെക്ടക്കിൽ നിന്ന് ചെറുതിനെ കൊണ്ട് വലിയൊരു ആശയം, ഇതെന്റെ ചോറാണ്, ഇതെന്റെ അന്നമാണെന്ന് പറയുന്നത് സിനെക്ടക്കിയാണ്. മെറ്റോണിമി എന്ന് പറയുന്നത് വലിയ ആളുകളെ, വലിയൊരു ജനതയെ ചെറുതാക്കി പറയുന്നതാണ്. ഇപ്പൊ എന്താ പറയാ കായ് എന്ന് പറയാം. നമ്മള് ഈ നാട്ടിൻപുറത്തെ ആൾക്കാർ കായ് എന്ന് പറയും. കായ് എന്ന് പറഞ്ഞാൽ കാശാണ്, കാശ്. അപ്പൊ കാശ് എന്ന് പറയുന്നതിന് ചെറുതാക്കി പറയുന്നതിനാണ് കായ് എന്ന് പറയുന്നത്. കായ് എന്ന് പറയുന്നത് പൊതുവെ നമ്മളെ സീഡ് എന്നുള്ള ഇതാ വരുന്നത്, കായ. കായ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇപ്പോ തൊപ്പിക്കാര്, കിറുക്കന്മാര് എന്നൊക്കെ പറയുന്നത് പോലീസിനെ കാണിക്കുന്നതിനാണ്. ഓക്കെ, മോർ ജനറൽ ആക്കി പറയുന്നതിനാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. അതിനൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. മറ്റത് ആന്റിതെസിസ്. ആന്റിതെസിസും ഓപ്പോസിറ്റ് തന്നെയാണ്, പക്ഷെ അത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആന്റിതെസിസ് ഇസ് എ സ്ട്രൈക്കിംഗ് ഓപ്പോസിഷൻ ഓഫ് വേർഡ്സ് ഓർ സെന്റിമെന്റ്സ്. അതായത് ഇങ്ങനെ, ഇപ്പം ദേ പ്രോമിസ്ഡ് ഫ്രീഡം ആൻഡ് പ്രൊവൈഡഡ് സ്ലേവറി. അവർ ചോദിച്ചത് എന്താണ്? സ്വാതന്ത്ര്യമാണ്. കൊടുത്തത് എന്താണ്? അടിമത്വമാണ്. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഫ്രീഡം, സ്ലേവറി എന്നുള്ളത്. അപ്പൊ ഒരേ സെന്റൻസിൽ ഒരേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആശയങ്ങൾ വരുമ്പോഴാണ് അത് ആന്റിതെസിസ് ആവുക. ആന്റിതെസിസ് ഒറ്റ വാക്കിൽ വരുമ്പോ ഓക്സിമോറാണ്. ഇപ്പൊ ഒറ്റ വാക്കിൽ തന്നെ ബിഗ് സ്മോൾ എന്നുള്ളത് ഇപ്പം എന്താ പറയാ ബ്രൈറ്റ് ഡാർക്ക്നെസ്. ബ്രൈറ്റ് ഡാർക്ക്നെസ് പറഞ്ഞാൽ എന്താ? ബ്രൈറ്റ് പറഞ്ഞാൽ വെളിച്ചമാണ്, ഡാർക്ക്നെസ് എന്ന ഇരുട്ടുമാണ്. ഇപ്പൊ നമ്മളെ ഇതിലിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ ബ്ലഡി സ്വീറ്റ്. ഇപ്പൊ ലിയോ എന്നുള്ള ഇതിൽ സിനിമയിൽ പറഞ്ഞ ബ്ലഡി സ്വീറ്റ്. ബ്ലഡി എന്ന് പറഞ്ഞാൽ വളരെ ബ്രൂട്ടലാണ്, സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരമാണ്. രണ്ടും ഓപ്പോസിറ്റ്സ് ആണ്. അത് ഓക്സിമോറോന്റെ ഒരു ഉദാഹരണമാണ്. ഇനി അതൊരു സെന്റൻസിൽ വരികയാണെങ്കിലോ, ദേ പ്രോമിസ്ഡ് സ്വീറ്റ്നെസ് ബട്ട് ദേ ഗേവ് ബ്ലഡി സംതിങ്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ആന്റിതെസിസ് ആണ്. ദേ പ്രോമിസ്ഡ് ഫ്രീഡം ആൻഡ് പ്രൊവൈഡഡ് സ്ലേവറി. ആന്റിതെസിസ്. ഈ ആന്റിതെസിസ് എന്ന് പറഞ്ഞാൽ ഓക്സിമോറൺ വലിച്ചു കെട്ടി കഴിഞ്ഞാൽ ആന്റിതെസിസ് ആയി. മെറ്റോണിമി എന്ന് പറഞ്ഞാല് ഒരു വലിയ ഒരാളുകൾ, രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്നില്ലേ വെള്ളിമൂങ്ങകൾ എന്ന് പറയും. വെള്ളിമൂങ്ങകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ പൊതുവെ പറയുന്നതാണ്. ഖദർ എല്ലാ ഖദറുകളും അവിടെ ഉണ്ടായിരുന്നു. ഖദർ എന്ന് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയക്കാർ ധരിക്കുന്ന വസ്ത്രമാണ് ഖദർ. അപ്പൊ എല്ലാ ഖദറുകളും ഉണ്ടായിരുന്നു അവിടെ. അത് എല്ലാ കൊടികളും നമ്മൾ പറയില്ല, എല്ലാ കൊടികളും ഉണ്ടായിരുന്നു. കൊടി ഉദ്ദേശിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പൊ വലിയ രാഷ്ട്രീയ പാർട്ടികളെ മൊത്തത്തിൽ നമ്മൾ കൊടി എന്നൊരു വാക്കുകൊണ്ട് പറയുന്നു. എന്നാൽ അതേസമയം സിനെക്ടക്ക് എന്ന് പറഞ്ഞാൽ ചെറുതിനെ വലുതാക്കി പറയുന്നതാണ്. ചെറിയൊരു ആശയം വെച്ചിട്ട് വലിയൊരു കോൺസെപ്റ്റ് പറയും. ഇപ്പൊ വീൽസ് എന്ന് പറയുന്നത്, ഓക്കെ, ഐ എം ഓൺ വീൽസ് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലസ് ഓൺ വീൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് അടുത്ത ചോദ്യം, 78ാമത്തെ ചോദ്യം.
Who among the following is not a poet? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ പറഞ്ഞു. ഇതിന്റെ ആൻസർ പറയാത്ത ആൾക്കാരെ വാട്ടിയെടുത്ത് ഒലക്കെടുത്ത് അടിക്കണം. അപ്പൊ ഇനി പറയാനും മടി ഉണ്ടാവും. പറയൂ, ആൻസർ പറയൂ. Who among the following is not a poet of the romantic school? ലോങ്ഫെല്ലോ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ലോങ് ഫെല്ലോ ഇതിൽ പെടാത്ത ആളാണ്. വേഴ്സ്വർത്ത്, കോളറിഡ്ജ്, ഷെല്ലിയൊക്കെ റൊമാൻറ്റിക് സ്കൂളിൽ വരുന്ന ആളുകളാണ്. ഓക്കെ, ഇനി ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അത് ഞാൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മാർക്ക് ചെയ്യണോ? കാണുന്ന ആൾക്കാർക്ക് വേണ്ടി മാർക്ക് ചെയ്യുക. ലോങ് ഫെല്ലോ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നോബൽ പ്രൈസ് നമ്മൾ പറഞ്ഞതാണ്. ഈ 2017 നമുക്ക് ആവശ്യമില്ല, എന്നാലും നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇതിന്റെ ആൻസർ അറിയോ? ആർക്കെങ്കിലും അറിയോ? പ്രീവിയസ് നോക്കിയ ആൾക്കാർക്ക് കിട്ടും. നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ നമുക്ക് അറിയേണ്ടത് 2023, 2022, 2021, 21, 22, 23 കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പേര് നോക്കി വെക്കുക. അത് ആരെ വേണമെങ്കിലും ചോദിക്കാം. ഒരു മാർക്കാട്ടോ. ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഒരു മാർക്കിനൊക്കെയാണ് കേട്ടറ്റ് എക്സാം നമ്മൾ തോൽക്കുക. അത് തന്നെ ജനറൽ കാറ്റഗറി ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു മാർക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ കസുയോ ഇഷിഗുറോ, ഒരു ജപ്പാൻ റൈറ്റർ ആണ്. ഓക്കെ, ജപ്പാൻ റൈറ്റർ ആണ് ഇതിന്റെ ആൻസർ. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് 2023 ആളെയാണ് പൊക്കേണ്ടത്. അപ്പൊ നോക്കാം, ആരാ നോക്കാം. ഇതാണ് ആ പുള്ളി, ജോൺ ഫോസെ. ലിറ്ററേച്ചറിന്റെ 2023 കിട്ടിയ ആളാണ്. നോബൽ പ്രൈസ് ലിറ്ററേച്ചർ 2023 അവാർഡ് ടു നോർവേജിയൻ ഓതർ. ചോദിക്കാൻ പോകുന്നത് ജോൺ ഫോസെ തന്നിട്ട് ഇത് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കുക. നോർവേ ആണ്. നോർവേജിയൻ ഓതർ ആണ്. ഫോർ ഹിസ് ഇന്നോവേറ്റീവ് പ്ലേസ് ആൻഡ് ഫോഴ്സ് വിച്ച് ഹി വോയ്സ് ടു ദ അൺസേബിൾ. ഓക്കെ, അപ്പം ഈ ഡൗൺ റോഡുമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിച്ച ആളാണ് ജോൺ ഫോസെ. അപ്പൊ ഇത് നോക്കി വെക്കാം. റൈറ്റ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മിസസ് മാലപ്രോപ്പ്, ദ ഹിലേരിയസ് ക്യാരക്ടർ ഫിഗേഴ്സ്. ഈ മാലപ്രോപ്പിസം എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. അതായത് നമ്മൾ പറയേണ്ട സ്ഥലത്ത് വാക്കുകൾ മാറി പറയാൻ നമ്മൾ, അതിനാണ് മാലപ്രോപ്പിസം എന്ന് പറയാം. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പറയാം. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ഏത് പ്ലേയിലാണെന്ന് ഉദ്ദേശിച്ചത്? ഏത് എന്താ പറയാ വർക്കിലാണെന്ന് ഉദ്ദേശിച്ചത്? പറയാൻ പറ്റുമോ? ആൻസർ അറിയോ? രണ്ട് ഓപ്ഷനേ കാണുന്നുള്ളൂ. രണ്ട് ഓപ്ഷനോ? സ്കൂൾ ഫോർ സ്കാൻഡൽ ഉണ്ട്, ദ റൈവൽസ്, ദ ക്രിട്ടിക്, ദ വേ ഓഫ് ദ വേൾഡ്. സ്ക്രീനിൽ കാണുന്നില്ല, അറിയില്ല. കാണുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ പറയുന്നത് ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ആണ്, 80ാമത്തെ ചോദ്യമാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻ തന്നെ കാണുന്നുള്ളൂ. ഇപ്പോഴും രണ്ടേ കാണുന്നുള്ളൂ. രണ്ടെണ്ണം കാണുള്ളൂ. നോക്കട്ടെ, എന്താണെന്ന് നോക്കട്ടെ.
ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല, എപ്പോഴും അതേപോലെ തന്നെയാണ്. ഏതൊക്കെ ഓപ്ഷൻസാ കാണുന്നത്? എയും ബിയും മാത്രം കാണുന്നുള്ളൂ. അത് റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. എന്നാലും എ ബി ഉണ്ടല്ലോ, നമ്മുടെ ആൻസർ ആയിട്ടുണ്ട്. മിസ്സിസ് മാലപ്രോ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത് ദ റൈവൽസിലാണ്. ദ റൈവൽസ് ആണ് റൈറ്റ് ആൻസർ. ഈ ഷെറിഡാന്റെ സ്കൂൾ ഫോർ സ്കാൻഡലും ഒന്ന് നോക്കി വെക്കുക, വേ ഓഫ് ദ വേൾഡ് നോക്കി വെക്കുക. ക്രിട്ടിക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റൈവൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാലപ്രോപ്പ് പറഞ്ഞു. അപ്പൊ ഇതിലുള്ള ക്യാരക്ടേഴ്സും നോക്കി വെക്കുക. സ്കൂൾ ഫോർ സ്കാൻഡലും ദ വേ ഓഫ് ദ വേൾഡ്. ഈ സ്കൂൾ ഫോർ സ്റ്റാൻഡേർഡിന്റെ സമ്മറി വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. സമ്മറി നോക്കണം, വേ ഓഫ് ദ വേൾഡിന്റെ സമ്മറി നോക്കി വെക്കുക. കാരണം അതിൽ സമ്മറി ഒക്കെ ചോദിക്കും. ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് എന്ത് സംഭവിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ദ ആംഗ്രി യങ് മാൻ ഇൻ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ. ലുക്ക് ബാക്ക് ഇൻ ആങ്കറിലെ ആംഗ്രി യങ് മാൻ ആര് എന്ന ചോദ്യം, ആൻസർ ആരാന്നറിയോ? ലുക്ക് ബാക്ക് ഇൻ ആങ്കർ ഒക്കെ സിലബസിലുള്ള കേട്ടോ. അത് ജസ്റ്റ് അതിന്റെ സമ്മറി ക്യാരക്ടേഴ്സ് മാത്രം നോക്കി പോയാൽ മതി. ഒരിട്ടം നോക്കിയാൽ പിന്നെ ഇതൊന്നും ഒരിക്കലും നമുക്ക് മറക്കില്ല. ഈ ജാക്കൊക്കെ നമ്മൾ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. റൈറ്റ് ആൻസർ ജിമ്മി. ജിമ്മിയാണ് ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ആ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നോക്കണം, നോക്കി വെക്കാം. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഹു റോട്ട് അപ്പോളജി ഫോർ പോയട്രി? ഞാൻ പറഞ്ഞു അപ്പോളജി ഫോർ പോയട്രി എന്ന് കണ്ടാൽ മാത്രം തന്നെ, അത് കണ്ടാൽ തന്നെ മതി, നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും. ആരാ ആൻസർ? അപ്പോളജി ഫോർ പോയട്രി ആരാ എഴുതിയത്? സ്ക്രീൻ കാണുന്നില്ല. എന്താ ഇഷ്യൂ മനസ്സിലാവുന്നില്ല. റേഞ്ച് ഇല്ലായിട്ടാണോന്ന് അറിയില്ല. 80 വരെയുള്ള ക്വസ്റ്റ്യനെ കാണുന്നുള്ളൂ. ആ 2 ഓപ്ഷൻ മാത്രം. ഇപ്പൊ 81, 82 കാണുന്നില്ല. ഇല്ല. ഞാൻ വായിക്കാം. അപ്പൊ ഹു റോട്ട് അപ്പോളജി ഫോർ പോയട്രി ടു വിൻഡിക്കേറ്റ് പോയട്രി അഗേൻസ്റ്റ് ദ ഓൺസ്ലോട്ട് ഓഫ് പ്യൂരിറ്റാനിസം. ആ പ്യൂരിറ്റാനിസത്തിന്റെ വളർച്ചയ്ക്കെതിരായിട്ട് അപ്പോളജി ഫോർ പോയട്രി. പ്യൂരിറ്റാനിസം എന്നാൽ റിലീജിയസ് ആയിട്ടുള്ള എന്താ പറയാ കടന്നുകയറ്റം. ലിറ്ററേച്ചറിലായാലും അതിൽ എന്താ പറയാ, ലിറ്ററേച്ചർ ഷുഡ് നോട്ട് ബി റിട്ടൺ ഫോർ ഡിലൈറ്റ് ബട്ട് ഫോർ ടീച്ചിങ്. ആളുകളെ നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സാധനമാണ് പോയട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന് എതിരെ ഒരു മറുപടി എന്നോണം എഴുതിയൊരു വർക്കാണ് അപ്പോളജി ഫോർ പോയട്രി ബൈ ഫിലിപ്പ് സിഡ്നി. ഫിലിപ്പ് സിഡ്നിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് അപ്പോളജി ഫോർ പോയട്രി. ഓക്കെ, സിഡ്നിയുടെ വേറെ കുറെ വർക്കുകളുണ്ട്. അപ്പൊ അതിലൊന്ന് ഈ ക്രിറ്റിസിസം പോലെ വർക്കാണ് ഫിലിപ്പ് സിഡ്നിയുടെ, അതാണ് അപ്പോളജി ഫോർ പോയട്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിഷണറി വർക്ക് യുത്തോപ്പിയ. ഞാൻ പറഞ്ഞു യുത്തോപ്പിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉത്തരം വരണം. യുത്തോപ്പിയ ആൻസർ ആരാണ് എഴുതിയത്? അതിന്റെ ആൻസർ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കൺഫ്യൂഷൻ ആവും. തോമസ് മാലറി ഉണ്ട്, തോമസ് മൂർ ഉണ്ട്. തോമസ് മൂർ. യുത്തോപ്പിയ എന്ന് പറഞ്ഞാൽ ഐഡിയൽ രാജ്യമാണ്. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന, സമ്പുഷ്ടമായ, അഭിവൃദ്ധിയുള്ള, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും എന്താ പറയാ സന്തോഷം, എല്ലാ വീട്ടിലും പട്ടിണി ഇല്ലാത്തൊരു രാജ്യം. അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നലോകം അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുന്ന ഒരു രാജ്യം, ഒരു ഐഡിയൽ രാജ്യം. കറപ്ഷൻ ഇല്ലാത്ത, അഴിമതി ഇല്ലാത്ത, ക്രൈം ഇല്ലാത്ത, ജയിലില്ലാത്ത അങ്ങനത്തെ ഒരു രാജ്യം. അതിനാണ് ഉത്തോപ്യ എന്ന് പറയുന്നത്. ആ ഒരു വർക്ക് ചെയ്ത് അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഉത്തോപ്യ എന്ന് പറയുമ്പോൾ എല്ലാം അധികമാണ് അല്ലെ. നമുക്കെല്ലാം വേണം അല്ലെ. എല്ലാ ആൾക്കാർക്കും ജോലി വേണം, എല്ലാ ആൾക്കാർക്കും സമ്പത്ത് വേണം, എല്ലാ ആൾക്കാർക്കും സന്തോഷം വേണം, എല്ലാ ആൾക്കാർക്കും ഭക്ഷണം വേണം. അപ്പൊ എല്ലാം മോർ 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 മോർ. അപ്പൊ അത് എഴുതിയ ആളെ പേര് മോർ, തോമസ് മോർ. ഓക്കെ, തോമസ് മൂർ എന്നാണ് അദ്ദേഹത്തിന്റെ റൈറ്റ് സ്പെല്ലിങ്. ഷുവർ കൊടുത്ത് തോമസ് മോർ എന്നാണ്. അപ്പൊ ഇങ്ങനെ പഠിക്കാം. ഉത്തോപ്യ. ഉത്തോപ്യ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും നല്ലൊരു ജീവിതം, നല്ലൊരു സന്തോഷകരമായ ജീവിതം. അത് നമുക്ക് പോസിബിൾ അല്ല. ഏതൊരു രാജ്യമായാലും അല്ലെ, ഏറ്റവും എന്താ പറയാ സന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എവിടെ കിടക്കുന്നത്? 132ാം സ്ഥാനത്ത് തന്നെയാണ്. അതിനൊക്കെ മുമ്പ് 5ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, നോർവേ പോലെ രാജ്യങ്ങളൊക്കെ. അവിടെ ഹാപ്പിനെസ്
ഹാപ്പിനെസ് റേറ്റ് ആണ്, ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് ആ പറയുന്ന ഒരു കണക്കെടുപ്പ്. അപ്പൊ ഉത്തോപ്യ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് നമ്പർ 1 ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ രാജ്യമില്ല, അതൊരു ഭാവനയിലുള്ള രാജ്യമാണ്. അപ്പൊ അങ്ങനത്തെ രാജ്യം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മോർ സാധനങ്ങൾ വേണം, എല്ലാവർക്കും വേണം. അപ്പം അത് എഴുതിയ ആളുടെ പേര് തോമസ് മോർ. ഇനി അത് മറക്കരുത്, ഇവിടെ തോമസ് മാലറി എന്നൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നുമല്ല ആൻസർ, നമ്മുടെ ആൻസർ തോമസ് മോർ ആണ്. ഇനി 84ാമത്തെ ചോദ്യം, 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 7 ടൈപ്പ്, അതാണ് ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ ആണ്. അത് എഴുതിയത് ആരാണ്? ഇതിങ്ങനെ ഡയറക്റ്റ് ചോദിക്കുകയാണ് കേട്ടോ, ഈ വർക്ക് ആരെഴുതി? ഓക്കെ, 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി. അത് ഒരു വട്ടം നമ്മൾ വായിച്ചാൽ മതി, പിന്നെ ഒരിക്കലും തെറ്റൂല. അതിന്റെ എഴുത്തുകാരനാണ് വില്യം എംസൺ. വില്യം എംസൺ ആണ് 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി എഴുതിയത്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. FR ലേവീസ് ഉണ്ട്, വിൽബർ സ്കോട്ട് ഉണ്ട്, ക്ലെൻത്ത് ബ്രൂക്സ് ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, FR ലേവീസും ക്ലെൻത്ത് ബ്രൂക്സും. അപ്പൊ ആ പഹയന്മാർ എഴുതിയ വർക്ക് ഏതൊക്കെ എന്നുള്ളത് കൂടി നമ്മൾ നോക്കി വെച്ചാല് അടുത്ത ചോദ്യം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ FR ലേവീസിന്റെ വർക്ക് നോക്കണം. ക്ലെൻത്ത് ബ്രൂക്സിന്റെ വെൽ റോട്ട് ഏൺ എന്നൊരു പുസ്തകം ആൾ എഴുതിയിട്ടുണ്ട്. വെൽ റോട്ട് ഏൺ, ഞാൻ അതിന്റെ പിക്ചർ ഇവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. വെൽ റോട്ട് ഏൺ എന്നുള്ള വർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതാണ് FR ലേവീസിന്റെ അല്ല ക്ലെൻത്ത് ബ്രൂക്സിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്. ഇതാണ് വെൽ റോട്ട് ഏൺ. ഏൺ എന്ന് പറഞ്ഞാല് ചിതാഭസ്മം നമ്മൾ വെക്കുന്ന ആ കൊടല്ലേ, അതിനാണ് ഏൺ എന്ന് പറയാം. സ്റ്റഡീസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് പോയട്രി 1947 എഴുതിയത് ബൈ ക്ലെൻത്ത് ബ്രൂക്സ്. ഓക്കെ, ന്യൂ ക്രിട്ടിക്കൽ സ്കൂൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. ടൈറ്റിൽ കണ്ടെയ്ൻസ് an allusion to the first stanza of John Donne's poem The Canonization. കാനനൈസേഷൻ എന്ന പോയത്തിലാണ് ജോൺ ഡൺ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, റോട്ട് ഏണിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നാണ് ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ എടുത്തത്. അപ്പൊ അതുകൊണ്ട് ചോദ്യത്തിനുള്ള സാധ്യത ഉണ്ട്. ഏത് പോയത്തിൽ നിന്നാണ് നമ്മളെ ക്ലെൻത്ത് ബ്രൂക്സ് വെൽ റോട്ട് ഏൺ എന്ന പദം സ്വീകരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജോൺ ഡണ്ണിന്റെ ദ കാനനൈസേഷൻ എന്ന പോയത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അതിന്റെ പിക്ചർ കണ്ടോ, കോടമാണ്. അതിനെക്കുറിച്ച് വെൽ റോട്ട് ഏൺ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. അപ്പൊ ഒരു പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഇതായി, വെൽ റോട്ട്. ഇത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ പിക്ചേഴ്സ്, ഇതിന്റെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് അയച്ചു തരും. അപ്പൊ അതിൽ കാണാം വെൽ റോട്ട് ഏൺ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഓഡിയോ ആയിട്ട് കേൾക്കുക, റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കണം. എനിവേസ് നമുക്ക് FR ലേവീസിന്റെ വർക്കുകൾ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് പേര് മാത്രം. റീവാലുവേഷൻ. ഈ FR ലേവീസ് പഠിക്കാൻ ഭയങ്കര മണ്ടനായിരുന്നു വിചാരിക്കുക. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് എപ്പോഴും എക്സാം കഴിഞ്ഞാൽ റീവാലുവേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ റീവാലുവേഷൻ അദ്ദേഹത്തിന്റെ വർക്കാണ്. ഗ്രേറ്റ് ട്രഡീഷൻ, അദ്ദേഹത്തിന്റെ പാരമ്പര്യ കുടുംബം മൊത്തം അങ്ങനെയാണ്, എല്ലാവർക്കും പരീക്ഷയിൽ മാർക്ക് കുറവായിരിക്കും. അപ്പൊ ഗ്രേറ്റ് ട്രഡീഷൻ ആണ്, അത് ആള് വർക്കാണ്. ദ കോമൺ പെർസ്യൂട്ട് എന്നാല് പ്രയത്നം. അപ്പൊ പൊതുവായിട്ട് ഇതാണ് പറഞ്ഞു. അപ്പം ഈ 3 വർക്കുകൾ കിട്ടും. റീവാലുവേഷൻ, FR ലേവീസ് എപ്പോഴും ലീവാണ് ക്ലാസ്സിൽ. അത് ലീവ് എടുക്കുന്ന ആളാണ്, ക്ലാസ്സിൽ പോകാറില്ല. ലീവ് എടുത്ത് അവസാനം അദ്ദേഹത്തിന് എല്ലാ എക്സാമും റീവാലുവേഷൻ കൊടുക്കും. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പാരമ്പര്യം മൊത്തം, ഗ്രേറ്റ് ട്രഡീഷൻ മൊത്തം ഇതന്നെ പരിപാടി. കോമൺ പെർസ്യൂട്ട് ആണിത്, എന്ത് റീവാലുവേഷൻ കൊടുക്കുക എന്നുള്ളത്. നേരെ ചെറിയ പരീക്ഷ എഴുതി പാസ്സാവില്ല. അപ്പം FR ലേവീസിന്റെ 3 വർക്കുകൾ നമ്മളോട് പറഞ്ഞു. ഏതൊക്കെ? റീവാലുവേഷൻ, ഗ്രേറ്റ് ട്രഡീഷൻ, കോമൺ പെർസ്യൂട്ട്. ഈ 3 വർക്കുകൾ ഞാൻ പറയുന്നുണ്ട്. അത് ഇതിന്റെ പിക്ചർ തരും, നോക്കി എഴുതി വെക്കുക. കാരണം ഇനി ചോദിക്കാൻ പോകുന്നത് ഇവരുടെ വർക്കിനെ കുറിച്ചായിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, എമിനന്റ് വിക്ടോറിയൻ എന്നുള്ള പുസ്തകം എഴുതിയ അതാണ് ചോദ്യം. എമിനന്റ് വിക്ടോറിയൻ ഒറ്റ വർക്കുള്ളൂ കേട്ടോ ഇദ്ദേഹത്തിന്, അത് മാത്രം നോക്കി പോയാൽ മതി. മാത്യു ആർണോൾഡ് ഒരുപാട് വർക്കുകളുണ്ട്, മാത്യു ആർണോൾഡിന്റെ വർക്കുണ്ട്. ഓക്കെ, അപ്പോ അതുപോലെ എമിനന്റ് വിക്ടോറിയൻ എന്നറിയപ്പെടുന്നത് വർക്ക് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്യണം. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് കൺസിഡർഡ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ. അതൊന്നും ഓപ്ഷൻ പോലും ഇല്ലാതെ കിട്ടേണ്ട ചോദ്യമാണ്. ഫാദർ ഓഫ് എസ്സേ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എസ്സേ, ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ബേക്കൺ. ബേക്കന്റെ ഓഫ് സ്റ്റഡീസ്, ഓഫ് ട്രൂത്ത്, ഓഫ് എഡ്യൂക്കേഷൻ, ഓഫ് മാരേജ് അങ്ങനെ കുറെ എസ്സേ ആൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇതിനെ കുറിച്ചാണ്. അയാളുടെ നല്ല ബുക്കാട്ടോ. ഓഫ് സ്റ്റഡീസ് നമുക്ക് വായിക്കാൻ പറ്റണം. ഓഫ്
ഓഫീസ് ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള പുസ്തകമാണ്. സിമ്പിൾ ആണ്, വായിക്കുക, അതിന്റെ അർത്ഥം അർത്ഥം കിട്ടും. റീഡിനെ കുറിച്ച് അത് ബേക്കൺ പറയുന്നു, നമ്മൾ ചർച്ചയിറക്കണം, പുസ്തകം നമ്മൾ വലിച്ചെറിയണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എസ്സേന്റെ ഫാദറാണ്, ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ. അതുപോലെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്ലേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഫാദർമാർ കുറെ പഠിക്കാനുണ്ട്, ഫാദർ ഓഫ് ഇംഗ്ലീഷ്, ഫാദർ ഓഫ് ഡ്രാമ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ആരൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. കുറെ ഫാദർമാരുണ്ട്, അതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ ആരാണ്, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയം ആരാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. 15 ക്വസ്റ്റ്യൻസും അതിന്റെ ഫാക്ട് നമ്മൾ നോക്കി. ഇതിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സേവ് ചെയ്തിട്ട് ഞാനതെനിക്ക് സെൻഡ് ചെയ്തരാം. അപ്പോൾ ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം.